1945 ഓഗസ്റ്റ് 6 രാത്രി 8:15 എൻകോള ഗേ എന്ന എയർക്രാഫ്റ്റിൽ പോൾ ടിബറ്റ്സ് എന്ന വൈമാനികനുണ്ടായിരുന്നു. സ്വന്തം അമ്മയുടെ പേരായ എൻകോള ഗേ ടിബറ്റ്സിൻ്റെതാണ് ആ വിമാനത്തിന് ആ വൈമാനികൻ നൽകിയ പേര്. 8:15 ഹിരോഷിമ നഗരത്തിലേക്ക് എൻകോള ഗേയിൽ നിന്ന് വർഷിക്കപ്പെട്ടത് ചരിത്രത്തെ പിന്നീട് ഭസ്മമാക്കിയ ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 9 രാവിലെ 11:05 നാഗസാക്കിയിലാകട്ടെ ഫാറ്റ് മാൻ എന്ന 2ാം അണുബോംബ് പ്ലൂട്ടോണിയം ബോംബ് വർഷിക്കപ്പെട്ടു. 2 ആറ്റം ബോംബുകളിൽ തകർന്നുപോയി ഹിരോഷിമയും നാഗസാക്കിയും ജപ്പാൻ ജനതയും. ദശാബ്ദങ്ങളോളം പകച്ചുപോയി ആ നാട്ടിലെ ജനതയും ഭൂമിയും മനുഷ്യ സ്മരണകളും. ഹിബാകുഷുകൾ എന്ന ജീവിക്കുന്ന രക്തസാക്ഷികളുടെ ഇടമായി മാറി ജപ്പാൻ. പോരാട്ടത്തിലൂടെ അതിജീവനം സാധ്യമാക്കിക്കൊണ്ട് വികസിത സംസ്കാരത്തിലേക്ക് ജപ്പാൻ എത്തിയത് ഒരു പിന്നീടുള്ള ചരിത്രമാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് 1945 ഓഗസ്റ്റ് മാസത്തിൽ അണുബോംബ് വീണപ്പോൾ തകർന്നുപോയ മനുഷ്യർ മാത്രമല്ല, മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂടിയാണെന്ന് ശാസ്ത്രം വിലയിരുത്തി. എന്നാൽ തൊട്ടടുത്ത വസന്തകാലത്ത് ആ മണ്ണിൽ നിന്നും മുളപൊട്ടി ഒരു ചെടിയുണ്ടായി, അതിൽ പൂവിരിഞ്ഞു. അത് നമ്മുടെ നാട്ടിലെ അരളിയാണ്, ഓലിയാൻഡറാണ്, ചുവന്ന നിറത്തിലുള്ള അരളി. ഹിരോഷിമയുടെ ഔദ്യോഗിക പുഷ്പം അത് അണുബോംബിനെ പോലും അതിജീവിച്ച് മണ്ണിൽ നിന്നും മുളപൊട്ടി മനുഷ്യൻ്റെ മുന്നിലേക്ക് കടന്നു വരാനുള്ള ചന്തവും ചാരുതയും സൃഷ്ടിച്ച അരളിപ്പൂവാണ്. ഒലിയാൻഡർ ഈസ് ദ ഒഫീഷ്യൽ ഫ്ലവർ ഓഫ് ഹിരോഷിമ. അത് പോരാട്ടത്തിൻ്റെ പ്രതീകമാണ്. ആറ്റം ബോംബ് വീണ് കഴിഞ്ഞപ്പോൾ മനുഷ്യർ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളും നശിച്ചു. ഒരു വലിയ മിത്തുണ്ട്, ചില സിനിമകളും കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ തെരുവുകളിലൊക്കെ പാറ്റകൾ ഇങ്ങനെ അസംഖ്യമായി നടന്നു വന്നു. കുറച്ചൊക്കെ അവാസ്തവികതയും പർവ്വതീകരണവും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിൻ്റെ 20 ഇരട്ടിയോളം അണുവികിരണത്തെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഘടനയുള്ള ജീവികളാണ് പെരിപ്ലാനറ്റം അമേരിക്കാനം എന്ന കോക്രോച്ച് അല്ലെങ്കിൽ പാറ്റകൾ. മനസ്സ് ഇനിയും മരവിച്ചും മുരടിച്ചും കരിങ്കല്ലായിട്ടില്ലാത്ത എൻ്റെ ഭാരതീയരോട് ഈ കഥകളൊക്കെ പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരു ചോദ്യം, ഒരു സംശയം, ഉള്ളുപൊള്ളിക്കുന്ന ഒരു പ്രശ്നം. ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ വീശിക്കാണിക്കുന്ന പതാകയിൽ മാത്രമല്ല, പണയം വയ്ക്കാത്ത ആത്മാഭിമാനത്തിലാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നുറപ്പുള്ള പ്രിയപ്പെട്ട ഇന്ത്യക്കാരോടാണ് ഞങ്ങളുടെ ചോദ്യവും സംശയവും. ഉള്ളുപൊള്ളിക്കുന്ന ഈ പ്രശ്നം. അണുബോംബിനെ അതിജീവിക്കുവാൻ പോലും മനുഷ്യനേക്കാൾ 20 ഇരട്ടി കരുത്തുണ്ട് കോക്രോച്ചുകൾക്ക് എന്ന് ശാസ്ത്രം. അമേരിക്കയുടെ ആറ്റം ബോംബിന് പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞില്ല കോക്രോച്ചുകളെ എന്നത് ചരിത്രം. ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങളായി പോലീസുകാരെ മാറ്റിയ ഭരണവ്യവസ്ഥിതിക്ക് ഈ കൂലിപ്പോലീസിൻ്റെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കാൻ കഴിയും ജന്തർ മന്ദറിൽ അടരാടുന്ന കോക്രോച്ചുകളെ എന്ന് വിശ്വാസമുണ്ട്. അവരോടൊപ്പമാണ് ഇന്ത്യ മുഴുവൻ, ഞങ്ങളും. അവകാശങ്ങൾക്കു വേണ്ടി നീതി നിഷേധത്തിനെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന ഇന്ത്യൻ യുവതയോടൊപ്പം, ജന്തർ മന്ദിറിലെ പോരാട്ടത്തിൻ്റെ കാട്ടുതീ ചൂടിനോടൊപ്പം നമ്മൾ മീഡിയ. മലയാളി മനസ്സിന്റെ ദൃശ്യോത്സവം.